എങ്ങനെ ആ വ്യക്തിബന്ധം എങ്ങനെയാണ് ഈ സമയത്ത് താങ്കൾ പങ്കുവെക്കുക? വളരെ ദീർഘകാലമായി തെന്നല ബാലകൃഷ്ണപിള്ള സാറുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ളതാണ്. അദ്ദേഹം അടൂർ MLA ആയതിനു ശേഷമാണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലയിൽ കണ്ടസ്റ്റ് ചെയ്യുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് ശക്തമായ രൂപത്തിലുള്ള വ്യക്തിബന്ധം നിലനിർത്തി പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ സഹഭാരവാഹികളായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അതേ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഈ ഇടവും വലവും കൃത്യമായി വിലയിരുത്താൻ എനിക്ക് ആ സന്ദർഭത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. തികച്ചും മാന്യതയുടെ മുഖമായിരുന്നു തെന്നൽ സാറിന്. തെന്നൽ സാറ് പാവങ്ങളോടൊപ്പമാണ്. തെന്നൽ സാർ മാന്യതയോടൊപ്പമാണ്. അധികാരത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന സ്വഭാവമില്ലാത്ത വ്യക്തിയാണ്. മാന്യത വിട്ട് ഒരിക്കലും അദ്ദേഹം നിലപാടുകൾ എടുത്തിട്ടേയില്ല. അതെല്ലാം കേരളം എന്നും റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. തെന്നൽ സാറ് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ തറവാട്ടിൽ ജനിച്ച ആളാണ്. ആ സാഹചര്യങ്ങളും പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. അദ്ദേഹം ഒരിക്കലും സമ്പത്തിന്റെ പ്രൗഢി കാണിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല. സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യും. വ്യക്തിപരമായ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാൻ അതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ വായിച്ചെടുക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം അദ്ദേഹം ഓരോ പ്രശ്നത്തോട് എടുക്കാൻ സാധ്യതയുള്ള നിലപാടുകൾ. ആ നിലപാടുകളിലാണ് തെന്നൽ സാറിനെ ഈ കേരള ജനത എന്നും ബഹുമാനത്തോടു കൂടി കാണുന്നത്. അധികാരത്തിന്റെ പിന്നാലെ അദ്ദേഹം ഒരിക്കലും അലഞ്ഞു നടന്നിട്ടേയില്ല. അതിനുവേണ്ടി ഒരു സന്ധിയില്ലാ സമരം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയിട്ടുമില്ല. അതെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയ അധ്യായങ്ങൾ മാത്രമാണ്. ഏത് സ്ഥാനത്തിരിക്കുന്നോ 100% മാന്യതയോടുകൂടി പെരുമാറുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു സമീപനമായിട്ടാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. തെന്നൽ സാറിന് പകരം തെന്നൽ സാർ മാത്രം. മറ്റൊരാളിനെ നമുക്ക് പകരം വെക്കാൻ കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ നന്ദി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഡാൻ കുര്യലിലേക്ക് വീണ്ടും. ഡാൻ, അദ്ദേഹം ചികിത്സയിൽ ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ കുറേ സമയമായിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ? എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? അപർണ, അല്പസമയത്തിനകം അനന്തപുരി ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അദ്ദേഹത്തിന്റെ വസതിയിലേക്കായിരിക്കും, ഇവിടെ മുക്കോലയിലുള്ള വസതിയിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കുടുംബാംഗങ്ങളുമായി അകത്ത് ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് നേതാക്കൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായതിനാൽ അവർക്ക് കൂടി ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം സൌകര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതോടൊപ്പം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ തെന്നൽ ബാലകൃഷ്ണപിള്ളയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. അത് എപ്പോഴാണ് അത് മുതിർന്ന നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറിനകം അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെയും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹം വലിയ തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. സമാനമായ തരത്തിൽ അദ്ദേഹം ഇത്തവണയും ഈ ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളുമെല്ലാം. പക്ഷേ അവരുടെയൊക്കെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം തെന്നല ബാലകൃഷ്ണപിള്ളയിലൂടെ എന്ന് പറയുന്നത് തന്നെയായിരിക്കും. സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും കേരളത്തിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച കോൺഗ്രസിന്റെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ആ തെന്നലയെ നഷ്ടമാകുന്നതിലൂടെ കോൺഗ്രസിന്റെ ഒരു ചരിത്രം കൂടിയാണ് അവസാനിക്കുന്നത്. 1931 മാർച്ച് 11 ശൂരനാട് ജനിച്ച തെന്നല ബാലകൃഷ്ണപിള്ള പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി മാറുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 1962 മുതൽ KPCC അംഗം
എന്ന വിശേഷണത്തിന് അപ്പുറം 1977-ലും 1982-ലും അടൂരിൽ നിന്നുള്ള നിയമസഭാംഗമായിരുന്നു. 1967-ലും 1987-ലും ഉൾപ്പെടെ 3 തവണ അദ്ദേഹം അവിടെ നിന്ന് പരാജയപ്പെടുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ 98 മുതൽ 2001 വരെ. ഞാൻ തിരികെ എത്താം. ഡാൻ കുര്യൻ സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ കൂടിയാണ് ഡാൻ പറയുന്നത്. നമുക്ക് തിരികെ എത്താം. കൂടുതൽ പ്രതികരണങ്ങളിൽ കൂടി തന്നെ ബാലകൃഷ്ണപിള്ള ഓർമ്മയായിരിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത്.